ഇന്ന് നിഫ്റ്റി നല്ല ഇടിവിലാണ്, ഏകദേശം 3%ഓളം. മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, പിന്നെ HDFCയുടെ ഒരു മാനേജ്മെൻറ്റ് ഇഷ്യൂയെ കുറിച്ചുള്ള നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ US ഫെഡ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് അത് മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു സൂചനകളല്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പലരും ബൈ ഓൺ ബാഡ് ന്യൂസ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇത്തിരി ലോങ് ടൈമിൽ ചിന്തിക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കൺട്രിയുടെ സോവറിനിറ്റിയെക്കുറിച്ചുള്ള റീതിങ്കിങ് ആണ് ഇനിയിപ്പോൾ വരിക. അതായത് എനർജി സോവറിനിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോവറിനിറ്റി, ഡേറ്റ സ്റ്റോറേജ് സോവറിനിറ്റി, അതേപോലെ തന്നെ ഡിഫെൻസ്, ആൻറ്റി ഡ്രോൺ സെക്ടർ, അതിനകത്തൊക്കെ ഉള്ളൊരു സോവറിനിറ്റിയാണ് ഇനി വരാൻ പോകുന്ന ചേഞ്ചസ്. അതാണ് ഇനിയത്തെ ഒരു ന്യൂ സെറ്റ് ഓഫ് സ്റ്റോക്സ് നമുക്ക് ഇടയിലേക്ക് വരാൻ സാധ്യതയുള്ളത്. ആ രീതിയിൽ ചിന്തിക്കുക. മീഡിയം ടേം ആയിട്ടെങ്കിലും മിനിമം ക്യാഷ് ഉള്ളവർ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഷോർട്ട് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഷോക്സോ അല്ലെങ്കിൽ സെറ്റ് ബാക്സോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നാളത്തെ എന്ത് പറ്റും, വാർ ന്യൂസ് എന്നറിയില്ല. വാർ എസ്കലേറ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസുകളാണ് ഇപ്പോൾ വരുന്നത്. പക്ഷെ ഞാൻ പോസിറ്റീവാണ്. താമസിയാതെ സമാധാനം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അത് വ്യക്തിപരമായ അഭിപ്രായം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറെ കൊണ്ട് മാത്രം ചെയ്യുക. വീക്കെൻഡ്സിലെ സ്ട്രാറ്റജിയെക്കുറിച്ചിട്ടുള്ള ലോങ് വീഡിയോസ് പ്രതീക്ഷിക്കുക. താങ്ക് യു.